തമിഴക മണ്ണിൽ ഇനി ദളപതി യുഗം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ചടങ്ങ് വിജയ് ആരാധകർ ആഘോഷമാക്കി. തമിഴ്നാടിന്റെ ചുമതലയുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സി ജോസഫ് വിജയ് എന്നും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ TVK സർക്കാരിന്റെ നയം വിജയ് വ്യക്തമാക്കി. സ്റ്റാലിൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു ആദ്യ പ്രസംഗം. സുതാര്യമായ ഭരണം ഉറപ്പാക്കുമെന്നും അഴിമതിക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വിജയ് ഉറപ്പു നൽകി. 10 லட்சம் கோடிக்கு மேல கடன் வாங்கி வச்சுட்டு போயிருக்கிற இன்னைக்கு அந்த தமிழ்நாடு அரசு இருக்கிறப்போ, கஜானாவை சுத்தமா தொடச்சி வலிச்சு வச்சுட்டு போயிருக்கிறப்போ உள்ள போய் பார்த்தாதான் தெரியும் எது எந்த நிலைமையில இருக்குன்னு, என்ன இருக்கு என்ன இல்ல, எது எந்த நிலைமையில இருக்கு எது எந்த நிலைமையில இல்ல. சோ அதையெல்லாம் பார்த்துட்டு உங்களுக்கு ஒரு வெள்ளை அறிக்கையா அதை வெளியிடணும்னு நான் நினைக்கிறேன். ஒரு டிரான்ஸ்பரண்டான ஒரு கவர்மெண்டா, அதாவது இன்னைக்கு நம்ம தமிழ்நாடு கவர்மெண்ட் இந்த நிலைமையில தான் இருக்கு அப்படின்றத உங்ககிட்ட சொல்லிட்டு I just want to take it forward from there. மக்கள் பணத்துல இருந்து ஒரு பைசா கூட நான் தொட மாட்டேன். எனக்கு அது அவசியமும் இல்ல. அது உங்களுக்கு நல்லாவே தெரியும். இந்த விஜய் தப்பு பண்ண மாட்டான், தப்பு பண்ணவும் விட மாட்டான். அது யாராக இருந்தாலும் சரி, என்னோட கவர்மெண்ட்ல என் கூடவே இருக்கிறவங்களாகவும் சரி விட மாட்டான். இங்க ஒரே சென்டர் தான், என் தலைமையில் உண்டான சென்டர். இந்த பக்கம் ஒரு சென்டர், இந்த பக்கம் ஒரு பவர் சென்டர், அங்க ஒரு பவர் சென்டர், அதெல்லாம் கிடையவே கிடையாது. இப்பவே சொல்லிடுறேன். അതേസമയം വിജയ് സർക്കാരിൽ തുടക്കത്തിൽ തന്നെ കല്ലുകടി ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചതിനെതിരെ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന CPI രംഗത്തെത്തി. പ്രഥമ പരിഗണന തമിഴ് തായ് വാഴ്ത്തിന് നൽകണമെന്നും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുവെന്ന് സർക്കാർ വിശദീകരിക്കണമെന്നും CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിജയ് BJPയെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പ്രതിപക്ഷമായ DMK-യുടെ ആരോപണം. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് സീറ്റ് വിജയ് രാജിവെച്ചു. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, സിനിമാ സ്റ്റൈലിലായിരുന്നു അടിമുടി ചടങ്ങ്, പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസംഗം. അതിലൊക്കെ അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം ഉണ്ടാകും, ഒരു തരത്തിലും വച്ചു പൊറുപ്പിക്കില്ല എന്ന് പറയുകയാണ്. ഒരൊറ്റ അധികാര കേന്ദ്രം അത് താനായിരിക്കും എന്ന് പറയുന്നു. ഒപ്പം വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നു. 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി ഉൾപ്പെടെ അങ്ങനെ ഓരോന്നോരോന്നായി നടപ്പാക്കാൻ കുറച്ച് സമയം തരൂ എന്നൊക്കെ പറയുന്ന വിജയയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ആ ചടങ്ങിനുമായി ബന്ധപ്പെട്ട് ചില അസംതൃപ്തികൾ അത് ഒപ്പം നിൽക്കുന്നവർക്ക്, പ്രത്യേകിച്ച് CPIക്കൊക്കെ ഉണ്ട് എന്നറിയാൻ കഴിയുന്നു. എന്താണത്? അനുജ, തമിഴ്നാട്ടിൽ ഈ തമിഴ് തായ് വാഴ്ത്ത് എന്ന് പറയുന്നത് ഒരു വലിയ ഇവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. തമിഴ്നാടിൻ്റെ ദേശീയ ഗാനം എന്നൊക്കെയാണ് അതിനെ പറയുക. എന്തായാലും അതിനെ വേണ്ട പ്രാധാന്യം നൽകിയില്ല, പരിഗണന നൽകിയില്ല ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എന്നുള്ളതാണ് CPIയും അതുപോലെ തന്നെ DMK-യും ഒക്കെ ആരോപിക്കുന്ന ഒരു കാര്യം. അതായത് സാധാരണ നിലയിൽ ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടെ മുൻ ഗവർണറായിരുന്ന RN രവി സഭയിൽ എത്തുന്ന സമയത്തൊക്കെ ആദ്യം ദേശീയ ഗാനം പാടണം, അതിനുശേഷം മാത്രം
തമിഴ് തായ്വാഴ്ത്ത് പാടിയാൽ മതിയെന്ന് പലതവണ പറയുകയും പക്ഷേ അത് സർക്കാർ അംഗീകരിക്കാതിരിക്കുകയും അങ്ങനെ നിയമസഭയിൽ നിന്ന് 2-3 തവണ ഗവർണർ ഇറങ്ങിപ്പോകുന്ന ഒരു നിലയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്ര വലിയ പ്രഷർ ഉണ്ടായിട്ട് പോലും DMK സർക്കാർ എന്തായാലും അതിന് വഴങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇവിടെ ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആദ്യം വന്ദേമാതരം പാടുന്നു, അതിനുശേഷം ദേശീയഗാനം പാടുന്നു, അതിനുശേഷമാണ് തമിഴ് തായ്വാഴ്ത്ത് പാടുന്നത്. അത് തമിഴ് കൾച്ചറിനോടുള്ള, തമിഴ് ജനതയോടുള്ള വലിയ ഒരു ഈ രീതിയിൽ തമിഴ് ജനതയെ അവഹേളിക്കുന്ന തരത്തിലാണ് എന്നുള്ളതാണ് DMKയും CPIയും ഒക്കെ പറയുന്നത്. എന്തായാലും CPI ഒരു കത്ത് നൽകിയിട്ടുണ്ട്, TVK ഒരു കത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇത് നിയമസഭ ചേരുന്ന സമയത്ത് നിയമസഭയിൽ ഈ ചോദ്യം ഉന്നയിക്കും, അതിന് സർക്കാർ മറുപടി പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല തമിഴ് തായ്വാഴ്ത്തിന് പ്രഥമ പരിഗണന നൽകണം എന്നുള്ളതാണ് CPI പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DMK ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തമിഴ് തായ്വാഴ്ത്തിനെ അവഹേളിക്കുകയാണ് വിജയ് ചെയ്തത്. അത് BJPയെ പ്രീതിപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നും എന്തായാലും DMKയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു പ്രതികരണം കൂടി വരുന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പുറത്തുനിന്ന് പിന്തുണച്ച കക്ഷികൾ CPIയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ കൂടിയൊക്കെ പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു തുടക്കത്തിൽ തന്നെ ഒരു വിവാദത്തിലേക്ക് അല്ലെങ്കിൽ ചില പ്രതിഷേധങ്ങളിലേക്കൊക്കെ എന്തായാലും കാര്യങ്ങൾ പോകുന്നു. അത് ഈ തമിഴ് തായ്വാഴ്ത്താകുമ്പോൾ സ്വാഭാവികമായും അത് തമിഴ് ജനതയുടെ വളരെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. ഏതൊരു പരിപാടി നടക്കുമ്പോഴും അതിന് കൃത്യമായ പരിഗണന നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ആണെങ്കിലും ശരി, ഏത് സംഘടനകളാണെങ്കിലും ശരി, അതിനൊക്കെ ആ ഒരു രീതിയിലുള്ള പരിഗണന നൽകുന്ന ഒരു ഗാനം കൂടിയാണ് ഈ തമിഴ് തായ്വാഴ്ത്ത് എന്ന് പറയുന്നത്. എന്തായാലും അതിലാണ് എന്തായാലും തുടക്കത്തിൽ തന്നെ ഒരു വിവാദമുണ്ടാകുന്നത്. അതിനിപ്പോൾ എങ്ങനെ സർക്കാർ അല്ലെങ്കിൽ വിജയ് അതിനെ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് എന്നാണ് ഇനിയിപ്പോൾ നോക്കിയിരുന്ന് കാണേണ്ടത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.